പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. നമ്മൾ നമ്മുടെ വീട്ടിലെ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ ടീച്ചേഴ്സിനെ നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? തൻ്റെ ജീവിതത്തിലൂടെ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി കാണിച്ചു തന്ന സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു തൻ്റെ 10ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. അങ്ങനെ അദ്ദേഹം നബിയുടെ കൂടെ 10 വർഷം ജീവിക്കുകയും നബിയെ സഹായിക്കുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ 10 വർഷത്തിനിടയിൽ ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ നീ എന്തിനാണിത് ചെയ്തതെന്നോ ചെയ്യാത്ത കാര്യത്തിന് നീ എന്തിനാണിത് ചെയ്യാതിരുന്നതോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ പോലും തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ആ കുട്ടിയെ നബി തങ്ങൾ അത്രയ്ക്കും സ്നേഹിച്ചു. അതേപോലെ തന്നെ തിരിച്ചും അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെയും അത്രക്കും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖാദിമുൻ നബി എന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്. അതായത് നബിയുടെ പരിചാരകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ നമ്മുടെ രക്ഷിതാക്കളെയും അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരെയും അതേപോലെ നമ്മളെക്കാൾ മുതിർന്നവരെയും നമ്മൾ ബഹുമാനിക്കണം. അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്കിലേ നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. മുതിർന്നവരെ ആദരിക്കുന്ന, മുതിർന്നവർക്ക് അത്രക്കും ബഹുമാനം നൽകുന്ന നല്ല മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും മാറ്റുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.